നമസ്കാരം. ജേണി വിത്ത് ലെജൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. 64 വയസ്സ് പിന്നിടുന്ന കേരളത്തിന്റെ മാനസിക ആരോഗ്യ അവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇന്ന് നമുക്കൊരു നല്ല അതിഥി എത്തിയിട്ടുണ്ട്. നിരവധി അവാർഡുകൾക്ക് അർഹനായ ഈ മേഖലയിൽ, മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മികച്ച മാനസികാരോഗ്യ വിദഗ്ധൻ എന്നതിലുപരി ഒരുപക്ഷെ ഒരു ജനകീയനായ സോഷ്യൽ വർക്കർ കൂടിയാണ്. വിവിധ മേഖലകളാണ് സാറിനെ കുറിച്ച് പറയുമ്പോൾ. പത്രപ്രവർത്തന മേഖലയിൽ കോളമിസ്റ്റ് എന്നുള്ള നിലയിൽ, മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ, വിവിധ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാനസികാരോഗ്യ പ്രോഗ്രാമുകളുടെ ഒരു പങ്കാളി എന്നുള്ള നിലയിലൊക്കെ വിവിധ മേഖലകളാണ് സാറ് ഇപ്പോൾ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ 64 വർഷം പിന്നിടുന്ന ഈ വേളയിൽ, കേരളത്തിന്റെ 64 വയസ്സ് പൂർത്തിയാകുന്ന ഇന്ന് നമുക്ക് ഏറെ ചർച്ച ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ മാനസിക ആരോഗ്യം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഇന്നത്തെ ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ജനാധിപത്യം എന്ന് പറയുമ്പം വ്യക്തികളിലൂടെയാണ് സമൂഹം ഉണ്ടാകുന്നത്, സമൂഹത്തിലൂടെയാണ് രാഷ്ട്രം ഉണ്ടാകുന്നത്, രാഷ്ട്രത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പം അതിനൊരു മാനസിക തലമുണ്ട്, അല്ലേ? തീർച്ചയായും. സാറിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു മെന്റർ എന്നുള്ള നിലയിൽ സമൂഹത്തിനെ വിമലീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖലയാണ് മാനസികാരോഗ്യ മേഖല എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ 7 ദശവത്സരങ്ങൾ കഴിഞ്ഞിട്ടും രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് ഒരുപാട് മന്ദഗതിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ബൗദ്ധിക ശേഷിയുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ. ഏറെ സാംസ്കാരിക തനിമയുള്ള ഒരു ഇന്ത്യയാണ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. എന്തുകൊണ്ടാണ് വികസന രാഷ്ട്രം എന്നുള്ള മേലങ്കി മാറ്റിയിട്ട് വികസിത രാഷ്ട്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കാതെ പോകുന്നത്? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സത്യത്തിൽ വളരെ രസകരമായ ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മാനവ വിഭവശേഷി, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, കാരണം ഇത് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയണല്ലോ, തീർച്ചയായിട്ടും മാനവ വിഭവശേഷി നമുക്ക് വളരെ കൂടുതലാണ്. പക്ഷെ ഈ മാനവ വിഭവശേഷി ഉപയോഗിക്കാനുള്ള തലങ്ങള് കേരളത്തില് സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം സ്വയം ചോദിക്കേണ്ട. കാരണം നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചോദിക്കണം. ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കാരണം ഇവിടെ പഠിച്ച ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളൊരു സാധ്യത വളരെ റയറായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഒരു മേഖല എന്ന് പറയുന്നത് അങ്ങ് എങ്ങനെയും തോന്നുന്നു ഗൾഫിലെ സാമ്പത്തികമാണ്, ബ്രെയിൻ ഡ്രെയിനേജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ വിദഗ്ധരാണ്, ഇന്ത്യയുടെ വിദഗ്ധരാണ് ഇന്ന് CEO ആയിട്ട് പലപടിയായിട്ട്. പക്ഷെ അത് ഇന്ത്യയിലല്ല, അമേരിക്കയിലും കനഡയിലും അല്ലെങ്കിൽ ദുബായിലുള്ള രാജ്യങ്ങളിലാണ്. സുന്ദർ പിച്ചൈ അടക്കം ഉദാഹരണം. യെസ്, അതാണ് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് സത്യത്തിൽ പറയുന്നത്. അപ്പൊ ഈ വിഭവശേഷി ഇവിടെ തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞതിൽ നിന്നൊരു മാറ്റമുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് സത്യത്തിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത് എന്ന ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ മാത്രമല്ല, ഞാനൊരു മാനേജ്മെന്റ് വിദഗ്ധനും കൂടിയാണ്. അപ്പോൾ ഈ ചൈനയിലെ കമ്പനികൾ പലതും ഹാപ്പിയാണ്. അപ്പൊ ചൈനയില് എന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് അറിയാലോ, കാരണം ചൈന പല രീതിയിൽ പല പ്രശ്നങ്ങളായിട്ട് അല്ലേ എല്ലാ മഹാരാജ്യങ്ങളോടും ഒന്ന് ഉടക്കി സമയത്ത് ആ രാജ്യങ്ങളിൽ ഉള്ള കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നു. ഇത് ശരിക്കും മുതലെടുക്കാൻ കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് കഴിയണം. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇപ്പോ എറണാകുളത്തിൻ്റെ അടുത്ത് ആലുവയിൽ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഉണ്ട്. പാലക്കാട് നിന്നാണ് ഞാൻ ബേസിക്കലി, കഞ്ചിക്കോട് മേഖലയുണ്ട്. പക്ഷേ സാമൂഹിക ഇടപെടൽ കൊണ്ടോ, ഞാൻ അത്രേ പറയുന്നുള്ളൂ, കാരണം രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടോ, രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കാരണം ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസറാണ്, നമുക്കത് ശരിക്ക് വികസിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല.
ഇപ്പോൾ ഹുസൂർ പോലുള്ള സ്ഥലങ്ങൾ അങ്ങ് എടുത്തു നോക്കൂ. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഇടയിലുള്ള ബോർഡറാണ്. അവിടെയുള്ള വികസനം കഞ്ചുകൂടില്ല. ആലുവ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇല്ല. ഏത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും എത്ര എളുപ്പത്തിൽ പൂട്ടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവമാണ് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം. ആ വ്യവസ്ഥിതി മാറണം. അതല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇത് ചെയ്യേണ്ടി വരും. ഏറ്റവും വലിയൊരു ഡേഞ്ചർ ഞാൻ കാണുന്നത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒക്കെ ഇന്ത്യയിലേക്കോ കേരളത്തിലേക്കോ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി പ്രശ്നത്തിലേക്ക് വരാൻ പോവുകയാണ്. രണ്ടാമത്തെ കേരളത്തിൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് അങ്ങേക്കറിയാം ടൂറിസ്റ്റ് മേഖലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരാതെ ആയിട്ടുണ്ട്. ഇത് ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും വളരെയധികം നല്ല രീതിയിൽ നയങ്ങൾ എടുക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളത്തിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മറ്റ് സ്റ്റേറ്റുകൾ മുതലെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് പറയുമ്പം ആരോഗ്യ മേഖലയിലേക്ക് തന്നെ കടന്നത് രംഗം പ്രതിനിധാനം ചെയ്യുന്ന ഒരു മേഖലയാണത്. ആരോഗ്യ മേഖലയുടെ മാനസിക തലം എന്താണ്? ആരോഗ്യ മേഖല എന്ന് പറയുമ്പം ശരിക്കും വിദ്യാഭ്യാസം, ആരോഗ്യം എന്നൊക്കെ പറയുന്നത് പ്രാഥമിക പരിഗണന ലഭിക്കേണ്ട സാമൂഹിക മേഖലകളാണ്. അവിടുത്തെ മാനസിക ആരോഗ്യം സമൂഹത്തിന് എത്രത്തോളം കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്? ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാർ, ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ അടക്കം കമ്പയർ ചെയ്ത് പലപ്പോഴും പറയാറുണ്ട്. സത്യമാണ്. പക്ഷേ മാനസിക ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ മോശമായ സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം എന്നുള്ളത് ഒരു വിദഗ്ധൻ എന്ന നിലയ്ക്ക്, ഈ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സമ്മതിച്ചേ പറ്റൂ. ഇതൊരു സത്യമാണ്. അങ്ങക്ക് അറിയുമെന്നറിയില്ല, ഇന്ത്യയുടെ സത്യത്തിൽ ഈ മാനസിക ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള രാജ്യം ഏതായിരിക്കും സാർ? ഞാൻ അങ്ങോട്ട് സത്യത്തിൽ ചൈനയായിട്ടായിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള രാജ്യത്തല്ലേ. എന്നാൽ WHO കണക്കനുസരിച്ച് ഇന്ന് കേരളം അല്ല, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ 6ൽ ഒരാൾക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ സൈക്കാട്രിക്കലി അസുഖങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിൽ ഇത് വളരെ ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. അങ്ങേക്കറിയോ, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്റ്റേറ്റുകളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കേരളവും മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു വിഷയം അവിടുത്തെ ഒരു ലോക്കൽ കോളേജിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സാക്ഷരതാ മിഷന്റെ സ്റ്റേറ്റ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട് സാർ, സാക്ഷര കേരളം സുന്ദര കേരളം. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്, ഒരു NCCയുടെ ഒരു ക്ലാസ്സാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ പറഞ്ഞപ്പോഴും നമ്മൾ മലയാളികളുടെ ഉന്നമനത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ സൂയിസൈഡലായിട്ടുള്ള നമ്മൾ ഉന്നമനത്തിലാണ്. അപ്പോൾ വേറൊരു കാര്യം, ഞാൻ ആ കൊച്ചു മോളോട് ഡോക്ടറങ്ങളെ നിന്റെ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് തിരിച്ചു ചോദിച്ചു. നമുക്ക് ആത്മഹത്യകൾ കമ്മി ആയ സംസ്ഥാനം ഏതാണ് എന്ന് നമുക്കറിയാമെന്ന് ചോദിച്ചു. അത് ബീഹാറാണ് സാർ. ബീഹാറിൽ ലിറ്ററസി റേറ്റ് വളരെ കുറവാണ്. അപ്പൊ ആ മോൾ എന്നോട് വെച്ച് ആർഗ്യൂ ചെയ്താണ്, ഡോക്ടറുകളിൽ വിവരമില്ല, കാരണം മലയാളി ചിന്തിക്കുന്നു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. അപ്പൊ ഈ നമ്മളുടെ ചിന്താഗതി വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമ്മൾ മാറുന്നില്ല, ലിറ്ററസി കൊണ്ട് മാത്രം, പ്രാക്ടിക്കൽ ലൈഫിൽ പരാജയമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങടക്കുന്ന പിതാവ് എന്ന നിലയ്ക്കും ഞാൻ എന്ന പിതാവ് എന്ന നിലയ്ക്കും ഒരു ടീച്ചറും അല്ലെങ്കിൽ സമൂഹവും ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെ വിജയിക്കാം, എങ്ങനെ പരീക്ഷയിൽ മാർക്ക് വാങ്ങാം, എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നല്ല മാർക്കുകൾ വാങ്ങാം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്തെങ്കിലും പരാജയം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുന്നില്ല. അതാണ് ഒരു IIT-യിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതിന്റെ കാര്യം സാറിന് അറിയാൻ, അമേരിക്കയിൽ പോയിട്ട് ഇതാണ് സംഭവിച്ചത്. അതായത് പരാജയങ്ങൾ ജീവിതത്തിന് ആവശ്യമാണ്, പ്രത്യേകിച്ച് യങ് ഏജിൽ. എല്ലാവരും പരാജയപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് പരാജയങ്ങളൊക്കെ പരിചയങ്ങളാണ്. വിജയത്തിന്റെ സ്റ്റെപ്പ്. മെന്റൽ ഇമ്മ്യൂൺ കപ്പാസിറ്റി വളരെ കൂടുതലായിട്ട്, ശാരീരിക ഇമ്മ്യൂൺ കപ്പാസിറ്റി മാത്രം പോരാ, മാനസിക ഇമ്മ്യൂൺ കപ്പാസിറ്റി ഉണ്ടാവണം. അത് മലയാളിയിൽ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ അറിയാവൂ, ഇന്ന്
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ടൗൺ അല്ലെങ്കിൽ ജില്ല ഏതാണെന്നറിയാമോ? അറിയില്ല. കൊല്ലമാണ്. Yes. കൊല്ലത്തിന്റെ ക്രൈമും കൂടുതലുണ്ട്. അതെ, ക്രൈമും കൂടുതലാണ്. അതുപോലെ നിങ്ങൾക്ക് കൗമാര ആത്മഹത്യയുടെ കാര്യത്തിൽ ഒട്ടും നമ്മൾ മോശമല്ല. വേറൊരു കാര്യം അറിയാമോ? അതായത് നമ്മൾ മദ്യം കഴിക്കുന്ന ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചാബിനോടൊപ്പം നിൽക്കുന്നു. ഒരു തമാശ പറയുകയാണ്, വെള്ളംകളി നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇപ്പോൾ വെള്ളമടിയാണ്. കുറച്ചുകൂടെ നന്നായി പറയുകയാണെങ്കിൽ വള്ളംകളി നടക്കുന്ന സംസ്ഥാനത്ത് ഇന്ന് വെള്ളത്തിൻ്റെ ആ നയങ്ങളൊക്കെ മാറ്റണം സാർ. നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിച്ചിരിക്കുന്നു. അങ്ങേക്കറിയാവോ, ഏറ്റവും കൂടുതൽ ക്രഷുകളുള്ള സംസ്ഥാനം കേരളമാണ്. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ. അതിന്റെ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ വൃദ്ധസാധനങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അച്ഛനമ്മയും മാറ്റാം. നമുക്കൊരു അണുകുടുംബം. അണുകുടുംബം എന്നല്ലാത്ത പറയട്ടെ, എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് സ്കൂട്ടർ കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് ആദ്യം മനസ്സിലായിട്ട് എന്താണ് ഈ സ്കൂട്ടർ കുടുംബം? ഒരു അച്ഛനമ്മയും ഒരു കുട്ടിയും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂട്ടർ കുടുംബത്തിലും അതിനു പുറമെ ഇന്ന് മലയാളി ഒന്നിനു കൂടെ ഒരു അടിമത്തത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് സാമൂഹ്യപരമായിട്ട് മാധ്യമങ്ങളുടെ ഒരു ചെയ്യണമെങ്കിൽ സെല്ലെന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ നമ്മളൊക്കെ വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട്. സെല്ലെന്ന് പറയുന്നത് വാസ്തവത്തിൽ തടവറയാണ്. അപ്പൊ നമ്മുടെ മൊബൈൽ സെല്ലുന്ന ഒരു തടവറയാണ്. അത് മുഖാന്തരം ആശയവിനിമയങ്ങൾ കമ്മിയാവും. ആശയവിനിമയ ശേഷി ഇല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു എന്താ സംശയം? അപ്പൊ ആശയവിനിമയ ശേഷി വീണ്ടെടുക്കണമെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കണം. പരാജയങ്ങളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം. പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൊണ്ട് സാർ, അംബീഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അങ്ങ് ഒരു ബെൻസ് കാറിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് അത്രയൊന്നും വരുമാനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഉദ്ദേശം അങ്ങേ കണ്ടിട്ട് എനിക്ക് ബെൻസ് കാർ വാങ്ങണം. അപ്പം ഞാൻ ഉടൻ തന്നെ ബാങ്കിൽ പോകും. ബാങ്കിൽ കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പലിശയ്ക്ക് കടം വാങ്ങും. പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് എനിക്കത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സാമ്പത്തിക ഈ ഒരു എന്താണ് ഉപഭോഗ സംസ്കാരം ആത്മഹത്യക്ക് വഴിതെളിച്ചിട്ടില്ലേ? എന്താണ് സംശയം സാർ? അതായത് ഇതൊരു സംസ്കാരമായി മാറിയിരിക്കുകയാണ്. സംസ്കാരമായിട്ട്, അതായത് സത്യത്തിൽ അരിസ്റ്റോക്രസി എന്നൊക്കെ പറയുന്നത് പോലെ മലയാളിയുടെ സംസ്കാരമായിട്ട് മാറിയിരിക്കുകയാണ് ഉപഭോഗത്ത്. സാറൊന്ന് ആലോചിച്ചു, ഇവിടെ എന്ത് പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാം അത് എങ്ങനെയുള്ള കാര്യങ്ങള് അതുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥിതിയിലായിരിക്കുകയാണ്. സീറോ ഡൗൺ പേയ്മെന്റ് എല്ലാം വീട്ടിലെത്തും. അപ്പോ ആദ്യം നമ്മൾ അറിവുകൾ എന്ന് പറയുന്നത് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഞാനിത് ഒരു ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സോഷ്യൽ ജസ്റ്റിസ് ഫെഡറേഷൻ്റെ മോഡറേറ്ററാണ്. ഞാൻ വൈസ് ചെയർമാനും കൂടിയാണ്. ആ പറഞ്ഞ ഒരു കാര്യമാണ് അങ്ങോട്ട് പറയാനായിട്ട് ഒരു മോഡറേഷനിൽ ഞാൻ ചെയ്തത്. നമ്മൾ ചെവി തുറക്കണം. അറിവെന്ന് പറയുന്നത് തിരിച്ചറിവാണ് സാർ. മലയാളിക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ല. അതെ സാർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കാരണം അങ്ങേപോലെയുള്ള ഒട്ടേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ആർജിച്ച ആ ഒരു വലിയ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം ജനാധിപത്യത്തിന്റെ മാനസിക അവസ്ഥ എന്ന് പറയുന്ന അല്ല മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ചർച്ചയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഹാപ്പിനെസ്സിന് ഒരു മിനിസ്ട്രി ഇല്ലാത്തത്? അതിനൊരു പോസിബിലിറ്റി ഇല്ല. അങ്ങേപോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജനങ്ങളുടെ മാനസിക തലത്തിന്റെ സന്തോഷം നിലനിർത്തണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഭരിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സെക്ഷൻ വരേണ്ടതല്ലേ? മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പല രാജ്യങ്ങളിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞത് ഇതാണ്. ഒന്നാമത് WHO നിർദ്ദേശമനുസരിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് ആ ഉത്തരം പറയാം. ഒരു മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളെ നോക്കണമെങ്കിൽ 3 പേര് കൂടിയാണ് നോക്കേണ്ടത്. ഈ സംവിധാനം ഇവിടെ ഉണ്ടോയെന്ന് അങ്ങ് മറുപടി പറയണം. ഒന്ന് മനഃശാസ്ത്ര വിദഗ്ധൻ, ഒന്ന് സൈക്കാട്രിസ്റ്റ്, 3 സോഷ്യൽ വർക്കർ. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. നിംഹാൻസ് പോലെയുള്ള അവിടെ മാത്രമേ ഉള്ളൂ. നിംഹാൻസിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും നിംഹാൻസിൽ പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സാർ, ഞങ്ങളൊക്കെ ഒരു മൈനോറിറ്റിയാണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ജില്ലയിൽ. അപ്പോൾ പിന്നെ ആൾക്കാരുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മാനസികമായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുന്നു, ഞാൻ സൈക്കാട്രിസ്റ്റ് പഠിച്ചു വരുന്നു, മരുന്ന് കഴിക്കുന്നു എന്നുള്ളൊരു തലമാണുള്ളത്. രണ്ടാമത്തെ തലം
കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കാണാം, പല്ലുവേദന ഉണ്ടെങ്കിൽ അപ്പം പോയി കാണാം, എന്നാൽ മനസ്സ് ഒടിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കാണാവുന്ന ഒരു ആ സംസ്കാരം ഇന്ന് ഉണ്ടായിട്ടില്ല. ഇത് ഉണ്ടാക്കണം. ഞാൻ ഈയിടെ ഡോക്ടർ രാമസ്വാമി എന്ന് പറയുന്ന ഒരു AICT മെമ്പർ, അദ്ദേഹം അത് മാത്രമല്ല അദാലത്ത് മെമ്പർ കൂടിയാണ്. ഞാൻ ബാംഗ്ലൂരാണോ അദ്ദേഹം തമിഴ്നാടിനാണ്, പക്ഷെ ഡൽഹിയിലാണ്. അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. സന്ദർഭവശാൽ അദ്ദേഹം ഞങ്ങളുടെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിന്റെ പ്രസിഡന്റ് കൂടി. അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം അദാലത്ത് കമ്മിറ്റിയിലുള്ള ആളാണ്. അദാലത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് സാറിനറിയാം, അതായത് ഈ കോർട്ട് തന്നെ പോണമെന്നില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഹൈക്കോടതിയില് നമ്മള് ചില സാറന്മാരെ ഞാൻ സഹായിക്കാനായിട്ട് ഹൈക്കോടതിയിൽ കെൽസയുടെ നോമിനേറ്റഡ് മെമ്പറാണ്, പാലക്കാടും മറ്റുമായിട്ട് സാറ് കണ്ടിരിക്കുക. അപ്പോ അദ്ദേഹത്തോട് ഞാൻ വാദിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അദാലത്തുകൾക്ക് സാമൂഹ്യപരമായി അറിവുള്ള, മാനസികപരമായ അറിവുള്ളവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്. ഇപ്പൊ കെൽസയുടെ നോമിനേറ്റഡ് മെമ്പർ എന്ന നിലയ്ക്കും തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെ കൂടെ ആളാണ് ഹൈക്കോടതിയിൽ. അപ്പോ പലപ്പോഴും ഞങ്ങളെ വിളിക്കാറില്ല, വിളിക്കണ്ടേ? അപ്പൊ ഇതിനു വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഫൈറ്റ് ചെയ്തതാണ്. ഇപ്പൊ തന്നെ സാറ് ഈ മാനസിക ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഐക്യാൻ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ദേശീയ തലത്തിലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് ട്രെയിനിങ് നടത്തിയിരിക്കുന്നത് നിംഹാൻസ് ആണ്. നിംഹാൻസിന്റെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. അതുപോലെ NCPCR നിങ്ങൾക്ക് സാറ് കേട്ടിട്ടുണ്ടാവും, സർക്കാരിൻ്റെതാണ്. അപ്പോ ഇവിടെ ഇപ്പോൾ മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ മാനസിക ആരോഗ്യ രംഗത്ത്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ കൗമാര ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ ചെയ്യാവുന്ന ഒരു നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാവുന്നതുണ്ട്. പറ്റുകയാണെങ്കിൽ സാർ ഈ ഇതിൻ്റെ മറ്റേ അവസാനമായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് ആ നമ്പർ കൊടുക്കൂ. തീർച്ചയായിട്ടും. എന്തായാലും സമൂഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക പരിപാടികൾ മലനാട് TV ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാപ്പിനെസ്സിന് ഒരു മിനിസ്ട്രി ഉണ്ടാകുന്നത് വരെ അതിന്റെ ജോലി കൂടി ഒരു NGO മീഡിയ എന്നുള്ള നിലയിൽ മലനാട് TV എടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് അങ്ങേപ്പോലുള്ള ആളുകളുടെ അങ്ങ് ചെയ്യുന്ന ഇത്തരമുള്ള ക്രിയാത്മകമായുള്ള എല്ലാ പ്രവർത്തനത്തിനും ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒരുപാട് മനഃശാസ്ത്രജ്ഞരുണ്ട്. അതെ, അവരെ ഞങ്ങൾ തീർച്ചയായിട്ടും. കാരണം ഒരുപാട് മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട സമൂഹത്തിനെയാണ് ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാനൊരു മാധ്യമപ്രവർത്തനാണ്, അങ്ങും ഒരു മാധ്യമപ്രവർത്തനാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാധ്യമങ്ങളുടെ മാനസിക തലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇനി ജനാധിപത്യത്തിൽ 4-ാം തൂണിന്റെ മാനസിക തലം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏറിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ തിന്മകളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാണുന്നു? ഹെഡ്ലൈൻസിൽ ഇന്ത്യയിലെ നാഷണൽ മീഡിയ വരെ വളരെ തിന്മ നിറഞ്ഞ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നന്മകളുടെ കണിക പോലും കാണാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സാറേ, ഞാനിന്ന് വളരെ വിഷമിച്ച ഒരു കാര്യമാണ്. ഞാൻ രാവിലെ വന്നപ്പോൾ എൻ്റെ ഇവിടെ നിങ്ങളുടെ തന്നെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചൊരു കാര്യമാണ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള പല ന്യൂസുകളും എത്തരം കാര്യങ്ങളാണ്, ഇത്തരം തിന്മകളാണ്. ശരിയല്ലേ? ഇപ്പൊ അന്തർദേശീയ തലത്തിൽ ഒരു അവാർഡ് കിട്ടി ഒരാൾക്ക്, അതല്ലെങ്കിൽ അയാളൊരു UNOന്റെ വളണ്ടിയറായി, മെമ്പറായി. ഞാൻ ഇതുവരെ ആയിട്ട് ആ ഒരു തലത്തിൽ എന്നോട് ആരും ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ സാറിന് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള അഭിമാനത്തോട് പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ അങ്ങയുടെ പോയിന്റിലേക്ക് വരാം. 24x7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡേ. ഇന്ന് ലോകത്ത് എവിടെയും നിന്നും മാനസിക ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇന്ന് ആൻസർ ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ പേര് മൈൻഡ് ദ മൈൻഡ് എന്നാണ്. ഈ മൈൻഡ് എന്നുള്ള പ്രോഗ്രാമാണ്. പക്ഷെ ഇത് അങ്ങയുടെ വേദിയിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഇത് എന്നോട് ഏത് മാധ്യമക്കാരും ചോദിച്ചിട്ടില്ല, ഇത് ആർക്കാണ് ഈ ധൈര്യം? ഒന്ന് ആലോചിച്ച് നോക്കുക. 24 hours we are serving the society. 24x7 ആ ഒരു നമ്പർ എന്റെയാണ്, ഒരു നമ്പർ എന്റെയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ താമസിയാതെ തന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. പ്രശസ്തനായിട്ടുള്ള നമ്മുടെ മുൻ ഗവർണർ സാർ കേട്ടിട്ടുണ്ടാവും, പാലക്കാടുകാരൻ, അദ്ദേഹം ശങ്കരനാരായണ സാറാണ് ചെയ്യുന്നത്. യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങേക്കറിയാം. തീർച്ചയായിട്ടും. അടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. നേപ്പാളിൽ നിന്ന് എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു സിസ്റ്റർ ജ്യോതി എന്ന് പറയുന്ന സഹോദരിയും ഞാനും ചേർന്നിട്ട് 24x7 ആത്മഹത്യക്ക് എതിരെയുള്ള ഓൺലൈൻ കൗൺസിലിംഗ് ചെയ്യാൻ പോവുകയാണ്.
ഇത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്ലാറ്റ്ഫോമിൽ വളരെ വലിയ വ്യാപ്തിയുള്ള. അപ്പോ ഈ സെൻസിറ്റീവ് ന്യൂസ് മാത്രമേ ഉള്ളൂ സാർ, സെൻസിറ്റീവ് ന്യൂസ് മാത്രമേ ഉള്ളൂ. നല്ല ഒരു ക്രിയാത്മകമായിട്ട് ചെയ്തിട്ടുള്ള ഒന്നും ഇതില്ല. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, എന്നോടൊപ്പം ചില അവാർഡുകൾ വാങ്ങിയ ചില ദേശീയ മാധ്യമങ്ങളിലുള്ളവരുടെയൊക്കെ പലപ്പോഴും പല ഫോട്ടോ ഞാൻ മാധ്യമങ്ങളിൽ കാണുന്നു. എനിക്ക് സത്യത്തിൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ അതേ അവാർഡ് വാങ്ങിയ ഒരാളാണ്. ഇന്റർനാഷണൽ ഇൻസ്പിറേഷൻ, ബെസ്റ്റ് ടീച്ചർ ഇന്റർനാഷണൽ ഇൻസ്പിറേഷൻ അവാർഡ് വാങ്ങിയ ഒരാളാണ്. അത് നമ്മളുടെ ഡൽഹിയിലെ താജ് ഹോട്ടലിൽ വെച്ചിട്ടാണ് തന്നത്. ചുംബ്രു എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അർജന്റീന അംബാസിഡറാണ്. അദ്ദേഹത്തോട് ആ വേദിയിൽ മറ്റുള്ളവരുടെയൊക്കെ അവാർഡ് വാങ്ങുന്ന ഫോട്ടോ വന്നു. പക്ഷെ മാധ്യമങ്ങൾ ഇത് പരാതിയായിട്ട് പറയുന്നു. ഇതില്ല. അപ്പൊ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്, അല്ലെ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. മരിച്ചതിന് റീത്തായിട്ട് വന്നിട്ട് അയാൾ വളരെയധികം ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിൽ സാർ, ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് എന്നെ ഏതൊക്കെ രീതിയിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സാർ കൂടുതൽ സാർ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് സോഷ്യലായിട്ട്. തീർച്ചയായിട്ടും അതുമല്ല, നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ സമരം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതാണ് അതിന്റെ കാരണം. അല്ലാതെ സാറേ, ഇന്ന് ശത്രുക്കൾ കൂടണമെങ്കിൽ അങ്ങ് മനസ്സിലാക്കിയോളൂ, ചീത്ത ചെയ്യണമെന്നില്ല, നല്ല ചെയ്താൽ മതി. കറക്റ്റാണ്. അപ്പം ഇങ്ങനെ ഒരു മാധ്യമ സംസ്കാരം നിലനിൽക്കുന്നിടത്ത് ഇന്ത്യയിലെ ആദ്യത്തെ NGO മാധ്യമം അല്ലെങ്കിൽ ദേശീയോഗ്രഥന മാധ്യമമായിട്ട് മലനാട് TV കടന്നു വരികയാണ്. അങ്ങനെ ഒരു മാധ്യമത്തിന്റെ കടന്നുവരവും ആ മാധ്യമത്തിന്റെ നിലനിൽപ്പും നോൺ ബയാസ്ഡ് ആയിട്ട് ന്യൂട്രൽ പൊളിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ജനപക്ഷത്ത് നിൽക്കുന്ന, ഗവൺമെന്റിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്കും ജനങ്ങളുടെ ദുഃഖങ്ങൾ ഗവൺമെന്റിലേക്കും എത്തിക്കുന്ന ഒരു ബ്രിഡ്ജായി നിലകൊള്ളുന്ന ഒരു മാധ്യമമായിട്ട് മലനാട് TV കടന്നു വരുന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? സാറ്, ഞാനൊരു സത്യം പറയട്ടെ. അങ്ങ് എന്നെ വിളിച്ചപ്പോൾ ആ സംസ്കാരം മുഴുക്ക മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നു ഇത് സംസാരിച്ചത്. അതിനോട് മറുനാടൻ TVയോടും അങ്ങയോടും എനിക്ക് ബഹുമാനമുണ്ട്. ഈ സന്ദേശങ്ങൾ എല്ലാ സമയത്തും ചെയ്യാൻ കഴിയട്ടെ. കാരണം ഞാൻ മനസ്സിലാക്കി, ഞാൻ അങ്ങയെക്കുറിച്ചും അങ്ങയുടെ മാധ്യമ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും വളരെ ക്രിയാത്മകമായിട്ട് ലോകത്തേക്ക് ഒരു വ്യക്തിപരമായ ഇൻട്രസ്റ്റ്, ഞങ്ങൾ പറയും പേഴ്സണൽ അജണ്ട ചെയ്യുന്ന ആളാണെന്ന നിലയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങയുടെ ടീം അതുകൊണ്ടാണ് അഭിനന്ദിക്കുന്നത്. ഓപ്പണായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം മലയാളിക്ക് ഇല്ലാത്തൊരു സംസ്കാരമാണ് മറ്റുള്ളവരെ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാധ്യമത്തിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലൊരു ദൃശ്യമാധ്യമം നിലനിൽക്കണമെങ്കിൽ 10 സിനിമകൾ സംപ്രേഷണം ചെയ്യണം എന്നുള്ളൊരു അജണ്ടയിലാണ് ഇന്നും മലയാള മാധ്യമങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ചിതറിക്കിടക്കുന്ന മലയാളികളെ ഏകോപിപ്പിക്കാനാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഹോസ്റ്റാകുന്നത് WMC ആണ്, അല്ലേ? അപ്പം വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുമ്പം ലോകത്ത് ചിതറിക്കിടക്കുന്ന മലയാളികളുടെ ഒരു ക്ലബ്ബാണ്, കോൺഫെഡറേഷനാണ്, ഒരു വലിയ സംഘടനയാണ്, കൂട്ടായ്മകളുടെ കൂട്ടമാണ്. അപ്പൊ അവിടെ മലനാട് TVയോടൊപ്പമാണ് ഇന്ന് അവർ ആകർഷിക്കുന്നത്. ഇത്രയേറെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഇത്രയേറെ മലയാളത്തിലുണ്ടായിട്ടും സെലക്ട് ചെയ്യപ്പെട്ടത് മലനാട് TVയാണ്. അതിന് ഞങ്ങൾ വേൾഡ് മലയാളി കൗൺസിലിന്റെ എല്ലാ ഇന്റർനാഷണൽ ലീഡേഴ്സിനെയും നാഷണൽ ലീഡേഴ്സിനെയും ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് വൈസ് ലീഡേഴ്സിനെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു മെമ്പർ കൂടിയാണ് സാറ്, അല്ലേ? മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ സാമൂഹ്യപരമായിട്ടുള്ള ഇപ്പം ഈ പറയുന്ന അങ്ങയുടെ മേഖലയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് വേൾഡ് മലയാളി കൗൺസിലിലൂടെ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? വേൾഡ് മലയാളി കൗൺസിലിലൂടെ ഞാനിത് സത്യത്തിൽ പറയാണ് സാർ, അവരുടെ കൂടെ സമ്മർദ്ദമുണ്ട് അങ്ങയോട് ഇതൊന്ന് സംസാരിക്കാനായിട്ട്. അവരുടെ കൂടെ, കാരണം അവരും വളരെ ക്രിയേറ്റീവായ ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് വേൾഡ് മലയാളി കൗൺസിലുമായിട്ട് ഞാൻ സംസാരിച്ച ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മാനസിക ആരോഗ്യമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ഓഫർ വേൾഡ് വൈസ് ഫ്രീ ആയിട്ട് ഞാൻ കൗൺസിൽ ചെയ്യാൻ തയ്യാറാണ്. മലയാളത്തിൽ തന്നെ കൗൺസിൽ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ടീമുകളുണ്ടാവും. കാരണം ഇത് ഒരാൾക്ക് മാത്രം എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ തന്നെ സാർ, ഇപ്പോൾ ആ ഫോണിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്യുന്ന പോലെയാണ് അത് വന്നിരിക്കുന്നത്. ഞാൻ അടുത്ത ആള് എടുക്കുന്നത് പോലെ ആയിരിക്കും. അപ്പൊ അതുപോലെയുള്ള ഒരു മാനസിക ആരോഗ്യ രംഗത്ത് ഇത് ചെയ്തു. പിന്നെ സാറിനോട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ട്രെയിനർ ഓഫ് ട്രെയിനറാണ്. വെരി ഗുഡ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് TUT പഠിച്ചാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് ഞാൻ. സാറേ, ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഞാൻ ഇംഗ്ലണ്ടിലെ ITOയിൽ സാറ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, UK സ്റ്റാറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇംഗ്ലണ്ടിൽ, അവരുടെ ഫെലോ ആണ്. അപ്പോൾ ഈ ട്രെയിനിങ് രംഗത്ത്
ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ഒരു മനുഷ്യായുസ്സിൽ ചെയ്തു തീർക്കാൻ അപ്പുറമുള്ള കാര്യങ്ങൾ സാർ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് രംഗത്ത് എനിക്ക് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോ നമ്മുടെ കുട്ടികളിൽ ഇപ്പൊ മലയാളിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്, ബിടെക് കഴിഞ്ഞിട്ടുണ്ട്. ബിടെക് കഴിഞ്ഞിട്ടുള്ള ഒരു, ഞാൻ ആ മോളുടെ കാര്യം അല്ലെങ്കിൽ ആ സഹോദരിയുടെ കാര്യമല്ല പറയുന്നത്, ബിടെക് കഴിഞ്ഞിട്ടുള്ള ഒരാൾ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വെളിയിലോ പോയിട്ട് ഇന്ന് നമുക്ക് ജോലി എടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് മലയാളി സർട്ടൺ ടൈംസ് ആർ അൺഎംപ്ലോയബിൾ എന്നുള്ള ഒരു റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് വന്നു. അവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ അത്യാവശ്യം പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. If you want to survive, you have to really study. It doesn't mean that I am promoting English. We have to study Malayalam. We have to promote English also if you want to survive. Yes. We should not, really, object against English totally. Because we are all, and I believe in another concepts also. സാറിന് അറിയാത്തൊരു കാര്യം പറയാം. ഞാൻ ഗ്ലോബൽ പീസ് ചാലഞ്ച് USA ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അംബാസിഡർ ഇന്ത്യയുടെ. അപ്പം ഞാൻ അവരുടെ വേദികളിൽ പറയുന്നത്, ഇന്ത്യ എന്നൊരു രാജ്യം ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം, അല്ലെങ്കിൽ നേപ്പാൾ എന്നൊരു രാജ്യം, ചൈന എന്നുള്ളതിനൊക്കെ ബോർഡർ ഉള്ളത് എന്ന് പറയുന്നത് സാർ രാജ്യം ഭരിക്കാനാണ്. തീർച്ചയായിട്ടും. We are all global citizens. I believe in that. We are all global citizens. Our blood is red. ബിയോണ്ട് ദ ബോർഡേഴ്സ് നമുക്ക് മുന്നോട്ട് പോകണം. ബിയോണ്ട് ദ ബോർഡേഴ്സ് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഇത് പറ്റൂ. അങ്ങനെ ആവുമ്പോൾ വേൾഡിൽ പീസും വരും. യെസ്. കൂടുതൽ ഒരുപാട് നമുക്കിതൊരു മനഃശാസ്ത്രജ്ഞന്റെ കൂടെ ഇരിക്കാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇതെന്തൊരു പ്രോഗ്രാം, ഇത് വളരെ ഒരു എന്റർടൈൻമെന്റ് ഒന്നും അല്ല എന്നൊക്കെ കരുതുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.